മാന്യമഹാജനങ്ങളെ നോക്കുവിൻ, ഇത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ സമാഗമന കൂടാരം. ദൈവത്തിന്റെ സാക്ഷ്യപെട്ടകം സ്ഥിതി ചെയ്യുന്ന സമാഗമന കൂടാരത്തിലെ വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം പതിവ് പോലെ നാം ഇന്നും ന്യായാധിപ സഭ കൂടുകയാണ്. ന്യായാധിപ സഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ഇസ്രായേലിന്റെ ദൈവത്താൽ നിയോഗിതനായ നമ്മുടെ ന്യായകർത്താവായ മോശയെയും സമാഗമന കൂടാരത്തിലെ പുരോഹിതൻ എലെയാസറെയും ക്ഷണിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 39 വർഷം മുമ്പ് ഇസ്രായേലിൽ നിന്ന് ആരംഭിച്ച നമ്മുടെ പ്രയാണം കൈകൾ താണ്ടി ഇതാ അബാഹി മലയുടെ താഴ്വരത്തിൽ എത്തി നിൽക്കുകയാണ്. അതുപോലെ നാം ഇന്ന് കൂടുന്ന ഈ ന്യായാധിപ സഭയിൽ എനിക്കും നിങ്ങളുടെ മധ്യേ ന്യായാധിപനായിരിക്കാൻ സൈന്യങ്ങളുടെ യഹോവ ഇറങ്ങി വരേണ്ടതിനെ പ്രാർത്ഥിച്ചാരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി എലിയാസർ പുരോഹിതനെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഇന്നത്തെ ന്യായാധിപ സഭയിൽ ശരിയായ ന്യായപാലനം നിറവേറ്റാൻ ഞങ്ങൾ ശക്തീകരിക്കണമേ. ആമേൻ. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം തൊട്ടരികിലുണ്ടെന്ന് ദൈവം എന്നെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 39 വർഷം നമ്മെ നടത്തിയ ദൈവത്തിന് മുന്നിൽ സ്തോത്രം അർപ്പിച്ചുകൊണ്ട് പരാതികൾ ഉന്നയിക്കാം. എന്താ അനുരാമി, ചോദിച്ചോളൂ. എന്താണ് അനുരാമി, ഒന്ന് വിളിച്ചു പറയൂ. അങ്ങയുടെ സഹായം അവരുടെ 2 മക്കൾ ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടല്ലോ. അത് യഹോവയുടെ ശിക്ഷ എന്നാ പറഞ്ഞു കേൾക്കുന്നേ. അത് ശരിയാണെന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഓ, അതാണോ? അത് അറിഞ്ഞത് ശരി തന്നെയാണ്. എന്റെ സഹോദരൻ അഖിലാന്റെ മക്കളായ നാദാവും അബീഹൂവും സമാഗമന കൂടാരത്തിലെ ജൂനിയർ പുരോഹിതരാണെന്ന് അറിയാമല്ലോ. അവർ നടത്തിയ യാഗത്തിൽ യഹോവയുടെ അഗ്നി ഇറങ്ങാതെ വന്നപ്പോൾ അവർ നിലവിളക്കിൽ നിന്ന് അഗ്നി പകർന്ന് ആ യാഗം ദഹിപ്പിച്ചു. യാഗപീഠത്തിൽ അഗ്നി കൊണ്ടുവന്നത് യഹോവയുടെ കോപത്തിന് കാരണമായി. തെറ്റാണ് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഇക്കാരണത്താൽ എന്റെ സഹോദരൻ അഹ്റോന്റെ മക്കളായ നാദാവും അബീഹൂവിനെയും യഹോവ കൊന്നുകളഞ്ഞു. അതാണ് അന്ന് അവിടെ സംഭവിച്ചത്. ന്യായാധിപപ്രഭുവായ മോശ മുൻപാകെ സെബൂലൂൻ ഗോത്രത്തലവനായ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു സംശയമാണ്. എന്താ സഹോദരനെ, സംശയം ചോദിച്ചോളൂ. വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അങ്ങയുടെ പിൻഗാമിയായി ഒരാളെ നിശ്ചയിക്കണമെന്ന് ഞങ്ങൾ 12 ഗോത്രങ്ങളും കഴിഞ്ഞ ന്യായാധിപ സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ തീരുമാനം എന്തായി? ഞാൻ അക്കാര്യം സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ മുമ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കും. ന്യായാധിപ സഭയിൽ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മോശയ്ക്ക് മുൻപാകെ ഞങ്ങൾ മനുഷ്യ ഗോത്രത്തിൽ ഈ അടുത്ത് മരണപ്പെട്ട സെലോഫാദറിന്റെ മക്കളാണ് ഞാൻ. ഞങ്ങൾ മഗ്ല, ഇവൾ യോവ, ഇവൾ കാക്ക, ഇവൾ മിൽക്ക, ഇവൾ ത്രിസ. ഞങ്ങൾക്ക് ഒരു പരാതി ബോധിപ്പിക്കാനുണ്ട്. എന്താ ഇത്? സഭയിൽ ന്യായാധിപ സഭയിൽ സ്ത്രീ ശബ്ദമോ? ഇത് അസംഭവ്യമാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. മാത്രവുമല്ല, ന്യായാധിപ സഭയിൽ സ്ത്രീകൾ സംസാരിക്കരുതെന്ന് ദൈവം വിലക്കിയിട്ടുമില്ല. അവർ പറയട്ടെ പുരോഹിത, എന്താ നിങ്ങളുടെ പരാതി? ഞങ്ങളുടെ അപ്പനായ സെലോഫഹാദ് മരിച്ചിട്ട് 6 മാസം കഴിഞ്ഞു. ഞങ്ങളുടെ അമ്മ വിധവയും ഞങ്ങൾ 5 മക്കൾ അനാഥരുമാണ്. ഞങ്ങളുടെ അപ്പന് ആൺമക്കളില്ലായിരുന്നു. ന്യായാധിപപ്രഭുവായ മോശെ അങ്ങ് എഴുതി വെച്ച യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും കാരണം ആൺമക്കളില്ലാത്ത ഞങ്ങളുടെ അപ്പൻ മരണപ്പെട്ട കാരണത്താൽ അപ്പന്റെ സ്വത്തുക്കൾക്ക് അപ്പന്റെ സഹോദരങ്ങളിലാണ് അവകാശം. അവകാശത്തെ ഞങ്ങൾക്ക്
യഹോവയുടെ വിധികളും ചട്ടങ്ങളും നിങ്ങൾക്ക് എതിരായിരിക്കും. ഈ പരാതി ന്യായാധിപ സഭയിൽ ഉന്നയിക്കാൻ പാടില്ലായിരുന്നു. സത്യത്തിൽ നിങ്ങൾ ന്യായാധിപനായ മോശയും ദൈവത്തെ വെല്ലുവിളിക്കുകയല്ലേ? ന്യായാധിപ പ്രഭുവായ മോശയും എലിയാസർ പുരോഹിതനും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് നീതി നടപ്പാക്കി തരാൻ ഞങ്ങൾ ദൈവത്തിന് മുൻപിലല്ലാതെ ആരോട് പറയും? ഞങ്ങളെ തെറ്റുകാരിൽ കണക്കാക്കരുത്. ഇതുവരെ സംഭവമേതാണ് ഇവിടെ അരങ്ങേറിയെങ്കിലും ദൈവം സകലരുടെയും ന്യായാധിപനാണ്. നീതിയും ന്യായവും ദൈവത്തിന്റെ സ്വഭാവമാണ്. ഇക്കാര്യത്തിൽ ദൈവത്തിന് എന്താണ് പറയാനുള്ളതെന്ന് ഞാൻ കേൾക്കട്ടെ. നിങ്ങൾ ഇവിടെ തന്നെ തുടരും. കർത്താവേ, ന്യായാധിപ സഭയിൽ അങ്ങ് എഴുതിയ വിധികളും ചട്ടങ്ങളും 5 സ്ത്രീകൾ ചോദ്യം ചെയ്തിരിക്കുന്നു. ഈ വിഷമഘട്ടത്തിൽ എന്താണ് ഈ സഭയോട് മറുപടി പറയേണ്ടതെന്ന് അടിയനോട് അറിയ ചെയ്താലും. ഇസ്രായേൽ ജനത്തിന്റെ വിമോചകനും ന്യായപാലനത്തിൽ ദൈവത്തിന്റെ പ്രതിപുരുഷനുമായ മോശ, സൈന്യങ്ങളുടെ യഹോവയായ ഞാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇക്കാര്യത്തിൽ സെലൊമോത്തിന്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ നീ അവർക്കൊരു അവകാശം എത്തിച്ചു കൊടുക്കണം. നീ എഴുന്നേറ്റ് ഇസ്രായേൽ മക്കളോട് വിളിച്ചു പറയുന്നത് എന്തെന്നാണ്: ഈ അലക്കാല യാഹ്വേ ഈ ഇസ്രായേൽ തുബീഖ നഖാനസ്ര വിഷ്ണയി ബാത്തുലി ഖു അലക വാലേഹി അസ്രത് ഇസ്രായേൽ നഖ ഈ നബി തു അലഹ. ആമേൻ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: സെലൊമോത്തിന്റെ മക്കൾ പറഞ്ഞത് ശരി തന്നെ. അവരുടെ സങ്കടം കേട്ടിട്ട് യഹോവയായ ഞാൻ എന്റെ വിധികളും ചട്ടങ്ങളും മാറ്റിയിരിക്കുന്നു. ഇന്നു മുതൽ ഒരുത്തൻ മകനില്ലാതെ മരിച്ചാൽ അവന്റെ അവകാശം അവന്റെ മക്കൾക്ക് കൊടുക്കണം. ഒരപ്പന്റെ മകനും മകൾക്കും തുല്യ അവകാശം ലഭിക്കണം. ഈ നിയമം ഇന്നു മുതൽ ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം ആയിരിക്കണം. പ്രിയരെ, നിങ്ങൾ ഇവിടെ കണ്ടതും കേട്ടതും വിശുദ്ധ വേദപുസ്തകത്തിലെ സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവത്തിന്റെ പ്രതീകാത്മക അവതരണമാണ്. പറയാം. മേരി റോയിയെ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ പ്രശസ്ത എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തനയും മലയാളിയുമായ അരുന്ധതി റോയിയുടെ അമ്മയാണ് മേരി റോയ്. 1933 സെപ്റ്റംബർ 1 ജനിച്ച മേരി തന്റെ യൗവനത്തിൽ രാജീവ് റോയിയെ വിവാഹം ചെയ്തു. അവർക്ക് 2 പെൺമക്കളായിരുന്നു. അമിത മദ്യപാനിയായ ഭർത്താവിനെ ഉപേക്ഷിച്ച മേരി റോയിക്ക് പെൺമക്കളായതിനാൽ ഭർത്താവിന്റെ സ്വത്തിന് അവകാശം ലഭിച്ചില്ല. മേരിയുടെ പിതാവും കോടീശ്വരനുമായ പി ഐസക്കിന്റെ സ്വത്തിന് മേരിക്ക് അവകാശം കിട്ടിയില്ല. കാരണം അന്ന് നിലനിന്നിരുന്ന ക്രിസ്ത്യൻ പിന്തുടർച്ച നിയമമനുസരിച്ച് അപ്പന്റെ സ്വത്തുക്കൾക്ക് ആൺമക്കൾക്ക് മാത്രമേ അവകാശമുള്ളൂ. ഒരു പുരുഷന് ആൺമക്കളില്ലെങ്കിൽ അവന്റെ സ്വത്തിന്റെ അവകാശി അവന്റെ സഹോദരന്മാർ ആയിരിക്കും. ഈ നിയമത്തിനെതിരെ 1960-ൽ മേരി റോയ് ജില്ലാ കോടതിയിലും 1984-ൽ ഹൈക്കോടതിയിലും 1986-ൽ സുപ്രീം കോടതിയിലും എത്തി. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ മേരി റോയിയുടെ വക്കീലായ അഡ്വക്കേറ്റ് ഇന്ദിര ജയ്സിംഗ് വാദത്തിനായി എത്തിയത് സത്യവേദ പുസ്തകവുമായിട്ടാണ്. ലേവ്യ പുസ്തകം 27-ാം അധ്യായം വായിച്ച് 3 ദൈവശാസ്ത്രജ്ഞരെ ഹാജരാക്കി ഈ വേദഭാഗം സൂക്ഷ്മമായി വിലയിരുത്തി. 1986-ൽ തിരുവിതാംകൂർ ക്രിസ്ത്യൻ പിന്തുടർച്ച അവകാശ നിയമം അസാധുവാക്കി. പ്രിയരെ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന തുല്യത, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അവകാശം, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സമത്വം, ഇവയെല്ലാം സൈന്യങ്ങളുടെ യഹോവയായ ദൈവം നൽകിയ ദാനമാണ്. നമുക്ക് ഉറക്കെ പറയാം: സ്ത്രീയും പുരുഷനും തുല്യരാണ്. സ്ത്രീയും പുരുഷനും ദൈവസൃഷ്ടിയാണ്. നാം ഒന്ന്, നമ്മളൊന്ന്. നമ്മൾ പണി കുടുംബത്തിൽ തുല്യതയും സമത്വവും പുലരും.